Okay, next patient. Hi ma'am. Next patient വിടും ഇങ്ങോട്ട്. അടുത്ത പേഷ്യൻറ്റിനെ വിടും. അടുത്ത പേഷ്യൻറ്റിനെ വിടുന്നു. ഓക്കെ ഡോക്ടർ നെക്സ്റ്റ് രണ്ടാൾക്കാരുണ്ട്. ഓക്കെ രണ്ടാളും വിടാനാ. ഓക്കെ നെക്സ്റ്റ് പേഷ്യൻറ്റ് പൊന്നു ആൻഡ് അയോന് അങ്ങനെ വാ. യെസ് മാഡം. ഇടങ്ങി വാട നിൽക്കാണ്ട് പൊട്ടാ. യെസ് ഡോക്ടർ. യെസ് ഡോർ ചെയ്യണോ? യെസ് പൊന്നു സിറ്റ് ഡൗൺ ദർ പ്ലീസ് സിറ്റ് ഡൗൺ. എന്തായാലും അസുഖം? യെസ് മാഡം, എനിക്ക് ഭയങ്കര ജലദോഷം. അതിനെന്താ ഭക്ഷണം? ജലദോഷം മാറുന്നില്ല. അത് എൻ്റെ പേര് വന്ന ഓനില്ലേ, അവൻ്റെ മേത്ത് വെള്ളം പറഞ്ഞു, അതുകൊണ്ടൊക്കെ ജലദോഷം വരാൻ കാരണം. ഡോക്ടർ ഒന്ന് ചെക്ക് ചെയ്യുമോ? കുറേ ജലദോഷം വന്നിട്ട് മാറിയില്ല. പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യുമോ? യെസ് ചെക്ക് ചെയ്യാമല്ലോ. എല്ലാം നമ്മൾ ഡോക്ടറായിട്ട് വിളിക്കുമ്പോൾ. ഓക്കെ താങ്കളൊന്നും വാ. താങ്കളൊന്ന് വായി പറഞ്ഞു. കുഴപ്പമൊന്നും കാണുന്നില്ല. ഒന്ന് ടെസ്റ്റ് നോക്കട്ടെ. അല്ല എൻ്റെ പേര് വന്ന് മറ്റവനെടുത്തു. അവനെ അവിടെ വിളിക്കട്ടാ. ഇങ്ങോട്ട് വാ. ജലദോഷമോ നല്ല ഉണ്ട്. അപ്പോൾ നല്ല നാവി അടിച്ചാൽ റെഡിയാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഞാനവിടെ ഗുളിക പോയി തരാം. അത് മാറ്റി വിളിക്കും. ഇത് ജലദോഷം മാറാനുള്ള ഗുളികയാണ്. ഇത് അത്ര ഞാൻ എഴുതി തരാം. ഓക്കെ ഇത് ഒന്ന് കഴിക്കുക രാത്രിയും പിന്നെ രാവിലെയും ഉച്ചക്കും. ഓക്കെ 3 നേരം കഴിക്കുക. ഓക്കെ ഇത് കഴിച്ചിട്ട് മാറുന്ന നിങ്ങൾ കൊണ്ടേ കാണിക്കും. ഓക്കെ ഇനി മറ്റൊരു വിളിക്ക് വരും. ഓക്കെ ഇനി എൻ്റെ ബില്ല് വേണ്ടേ? ഓക്കെ ബില്ല് ഗുളികക്ക് 100 രൂപയാണ്. ഇത് മാത്രമല്ല പുറത്തുനിന്ന് ഒരു മരുന്ന് വേണം. അപ്പോൾ അതിൻ്റെ ബില്ല് കൂടി ഞാൻ ആക്കി തരാം. ഓക്കെ പിന്നെ ഓൻ്റെ ബില്ലില്ലേ അതോ കൊടുക്കുമോ? അല്ല ഞാൻ ഇത് കൂട്ടണോ? ഓക്കെ എന്തായാലും ഇത് തന്നെ കൂട്ടാം. ഓക്കെ എൻ്റെ 250 100ൻ്റെതും പിന്നെ 100 അവനൊരു ഗുളിക വാങ്ങുമോ എന്തായാലും. അപ്പോൾ അവൻ്റെ ബില്ല് കൂടി കൂട്ടിയില്ല. ഇപ്പോൾ എല്ലാ ഗുളികൾക്കും 100 രൂപയാണ്. ഓക്കെ അപ്പോൾ ചില വിലൻ്റെ ഗുളികളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ജലദോഷമല്ലേ, പനിയിലാണെങ്കിൽ കുറച്ചും കൂടി പൈസ കൂടും ഗുളികക്ക്. അപ്പോൾ എനിക്കും ജലദോഷമല്ലേ, എനിക്ക് രണ്ടാളോട് വെള്ളം ഒഴിച്ച് വിളിച്ചില്ല നിങ്ങൾ. അപ്പം ഞാൻ അതിനുമായിട്ടുള്ള ഗുളികൾ സെറ്റായി ഓനെ വിളിക്കുകയോ? യെസ് ഡോക്ടർ എനിക്കും ജലദോഷം തന്നെയാണ്. അപ്പോൾ എനിക്കും ജലദോഷമാണ്. നമ്മൾ രണ്ടാളോട് വെള്ളം ഒഴിച്ച് വിളിച്ചില്ലേ. അപ്പോൾ ഞാൻ ഡോക്ടറോട് വന്നവട് പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് രണ്ടാമത് ജലദോഷം. ഓർക്ക് ജലദോഷം എനിക്കും ജലദോഷം ഒന്ന് വരാത്ത വന്നില്ല കേസം വിളിക്കട്ടോ കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നോട് വിളിച്ചില്ല. അപ്പം പോട്ടെ. അപ്പോൾ എൻ്റെ പൈസ കൂടി ചേർത്തോ. ഓക്കെ എൻ്റെ ജലദോഷത്തിൻ്റെ വിളിക്ക് 100 രൂപ എവിടെ? അപ്പോൾ ജലദോഷത്തിൻ്റെ വിളിക്ക് മാത്രം 100 രൂപ, ബാക്കിയുള്ള വിളിക്ക് പൈസ ഉണ്ടല്ലേ. ഓക്കെ ഇത് ജലദോഷമാണ്. അപ്പോൾ ഞാൻ മാർട്ടിനും കൂടി കാണിക്കാം. ഓക്കെ അപ്പോൾ അവനെ വിളിക്കട്ടെ വീട്ടിൽ. അപ്പോൾ ഞാൻ പോയിക്കോ ഡോക്ടറെ. ബൈ. ഓ ടേബിൾ പൊട്ടിക്കല്ല പൊന്നോ. ആ ടേബിളിൻ്റെ കാലെഴുത്തിനെ പോയിക്ക്. ഓക്കെ ടേബിൾ തട്ടാണ്ട് വല്ല പോടെ, തട്ടിയ സൗണ്ട് വരും ഇനി. ഓക്കെ പൊരിഞ്ഞ് പൊട്ടിക്കാനില്ല, വരാത്ത സൗണ്ടാണ്, ചെവി അടിച്ചു ചിലപ്പോൾ. അപ്പോൾ പൊന്നു കൊടു അവനെ വിളിക്കും. ഓക്കെ ഓ സോറി ഡോക്ടർ, അറിയാൻ തട്ടി പോയാ കേട്ടോ. അപ്പോൾ ഈ ടേബിൾ എന്താ നിങ്ങൾക്ക് പുതിയ ടേബിൾ വാങ്ങണം ഡോക്ടർ? അപ്പോൾ ഇങ്ങനെ ഇത് ഒരേ സൗണ്ടാണ് ഡോക്ടർ. ഓക്കെ ഞാൻ പോകുന്ന എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ പോവാണേ. ഡോക്ടർ ബൈ. ഞാൻ വിളിക്കാം. എടാ ഇഞ്ഞ ഡോക്ടർ കുറേ വിളിക്കുക. അടുത്ത് ഇഞ്ഞ ചെല്ലി. യെസ് ആടി ഞാൻ പോയിക്കോ, ഇനി പറയുന്നില്ല. യെസ് ഡോക്ടർ മേ ഐ കമ്മിങ്? ഓക്കെ യെസ് സിറ്റ് ഡൗൺ പ്ലീസ്. നാളെ താങ്കൾ ജലദോഷമല്ലേ, എങ്ങോട്ട് പോകാം താങ്കൾ? ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ ഇങ്ങോട്ടോ. ഇവിടെയുള്ള സാധനമൊന്നും ടച്ച് ചെയ്യരുത്, കാരണം നിങ്ങളുടെ കൈമുള്ള ബാക്ടീരിയാസിനെ മുളയ്ക്കാവും. അപ്പോൾ ആ ബാക്ടീരിയാസ് കൊണ്ട് ഞാൻ പിടിച്ചാൽ എനിക്കും ജലദോഷമൊക്കെ വരും. അപ്പോൾ ഒന്നും തൊടാൻ പാടില്ല. ഇതൊക്കെ ഡോക്ടറെ സാധനമാണ്. അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റായിട്ട് ഇങ്ങോട്ട് ഇരിക്കുക. ഓക്കെ ഇങ്ങോട്ട് പോവാം. മറ്റോട് നേരത്തെ ടേബിൾ തട്ടി പൊട്ടിച്ചിട്ട് പോയത്. ടേബിൾ പൊട്ടിയിട്ടുണ്ട്. ഓൾ നേരത്തെ തട്ടി പൊട്ടിച്ചിട്ടുള്ളത്. ഇനിയും കൂടി പൊട്ടിച്ച മൊത്തം കൊണ്ടുപോവാ. ഡോക്ടർ കുറേ എണ്ണം വരുന്നു, ഏടുതല്ലേ വരുന്നതല്ലോ. കൊണ്ടുപോവാ. ഓളെക്കാട്ടി പോയി ജലദോഷം എനിക്ക്. ഒക്കെ ചെറിയ ജലദോഷമാണ്, ഇത് നല്ലോണുണ്ട്. ഞാൻ പോകുന്നതിന് അഡ്മിറ്റ് ആക്കേണ്ടി വരും കേട്ടുക. എനിക്ക് നല്ലോണുണ്ട് ജലദോഷം. അപ്പോൾ എനിക്കെന്തായാലും ഒരു ഇഞ്ചക്ഷൻ തരേണ്ടി വരും. അവിടെ ഒരു സിറിഞ്ച് ഉണ്ടായിരുന്നല്ലോ.
ഇവിടെ ഡോക്ടർ ഇഞ്ചക്ഷനാ അനക്കേഷൻ വേണ്ട ഞാൻ പോന്ന എൻ്റെ അല്ലോ ഞാൻ പോന്ന എൻ്റെ അല്ലോ ഏയ് മാം അവനെ പിടിക്ക് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് കാര്യം നല്ല ഇഞ്ചക്ഷൻ പിടിച്ചിക്കോ എനിക്ക് പിടിക്കുപോയിട്ട് യെസ് ഡോക്ടർ ഒരാളെ പോലെ ഇങ്ങോട്ട് ഭാവി എന്തെന്നാ മാഡം ഡോക്ടർ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ സിറ്റ് ഔട്ട് താങ്കൾക്ക് നാളെയില്ലടോ പോത്ത് പോലെ വണ്ണം വെച്ചേക്കല്ലോ എനിക്ക് ഇഞ്ചക്ഷൻ പോയി അവിടെ നിൽക്ക് ഇഞ്ചക്ഷൻ സെൻറ്റിൻ്റെ കാര്യം ഇങ്ങോട്ട് വാ പ്ലീസ് ഇങ്ങോട്ട് വാ എന്നാ ഞാൻ മരുന്നെടുക്കട്ടെ ഇഞ്ചക്ഷൻ ഡോക്ടർ പ്ലീസ് മെല്ലെ കൊത്തു ഡോക്ടർ ഓക്കെ ഇവിടെ കൈയൊന്ന് കാണിക്കും ഇവിടെ കാണിക്കും ഇങ്ങോട്ട് വാ കാണിച്ചു കൊടുക്കോ കുഞ്ഞൻ്റെ കളിക്കുന്ന കൈ വിടാ കൈ ഇളക്കല്ല എന്ത് കുഞ്ഞ നിങ്ങൾ കൈ ഇളക്കല്ല പിന്നെ കുത്തേണ്ടത് ഒരു കൈ ഇളക്കല്ല ഡോക്ടർ ഡോക്ടറെ കുത്തിമോയി ഒച്ച ഉണ്ടാക്കല്ല ബാക്കിയുള്ള പേഷ്യൻസ് പുറത്തുണ്ട് ഒരിക്കലും ഇടങ്ങാറുണ്ട് ഒച്ച ഉണ്ടാക്കുമ്പോൾ ഒച്ച ഉണ്ടാക്കാൻ പോത്ത് വരെ ഉണ്മച്ചിട്ട് കയ്യെന്ന് കുഞ്ഞിനിട്ട് കൈ വെക്ക് കഴിഞ്ഞ് കളിക്കല്ല കൈ കളക്കല്ല പിന്നെയും പോയി ലാസ്റ്റാണ് എനിക്ക് പിന്നെ കുത്തേണ്ട വരിക കാണിക്കുക അപ്പുറത്തെ കൈ കാണിക്കും നിന്ന സിറിഞ്ചി എന്നാ പറ്റോ സുബ്ഹാനല്ലോ ഇതെന്തെന്നാ ഓടലടാ പോടാ ഡോക്ടർ ബോധം കെട്ടി വീണ് അതൊക്കെ ചെയ്യാം ഡോക്ടറെ കുത്തി സൂചി എടുത്തിട്ട് ഇവനെ വെറുതെ വിട്ടെത്തുള്ളൂ ആടെ നിൽക്കാം ഹേയ് മാഡം നിങ്ങൾ ഓവറക്കണം നിങ്ങളെയും കുത്തും കെട്ടിട്ട് ഞാൻ റൂമിലേക്ക് വരും നടക്കും എന്താ മാം ഞാൻ നിങ്ങളെയും കുത്തും കെട്ടിക്കാം എന്നെ കുത്താനാ പത്ത് വീട് എൻ്റെ നാട്ടു കൂട്ടിങ്ങി ആ മാമിന് ഞാൻ കൊടുക്കാം ഞാൻ വെറുതെ വിടില്ല എന്താടി മാം എനിക്ക് ഇന്നെ ഞാൻ വെക്കൂ സിറിഞ്ച് കടേ ഡോക്ടറെ കൊടുക്കണമെന്നില്ല തലമുടക്ക് തിരിഞ്ഞ് സിറിഞ്ച് കൊണ്ടു ഡോക്ടറെ വേണോ നിൽക്കി ഈ ശല്യം പിന്നെ കയറി വന്നോ ഇറങ്ങി പോണാ പുറത്ത് എൻ്റെ നാട്ട് തലക്കാട്ടേക്കുള്ള മാമങ്ങളെ വെറുതെ വിടും ഞാൻ ഇനിയും വരും കുത്തി വെക്കാൻ എൻ്റെ നടു ഉന്തിയിട്ട് സിറിഞ്ചോളി ഞാൻ കുത്തിയിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നേ വെറുതെ എന്നെ സൂചിച്ചെൻ്റെ കൈ വെറുതെ പോയി ഡോക്ടറെ കിടക്കണമെന്നില്ലേ ബോളൊക്കെ ആർക്ക് കിടന്ന ആൾക്കാർ എല്ലാവരും എന്നാ ഇവിടെ ഇപ്പോൾ സംഭവിച്ചേ എന്താണ് ഇവിടെ റൂമിൽ പൂട്ടിയിരുന്ന ഡോക്ടർ ഡോക്ടർ ബോധം കിട്ടുക്ക് ഇനി എന്തോ പണി ഒപ്പിച്ചാലടാ കൊണ്ടോ ഞാനൊന്നും അറിയില്ല പോലീസും വരും പോലീസ് വന്നാൽ പോലീസ് വേഗം ജയിലിലേക്ക് പോകും കേട്ടോ ഞാനൊന്നുമില്ല ഡോക്ടറെ കൊന്നില്ല ഇനി അടക്കും കൊന്നല്ല ഡോക്ടർ എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ സിഗ്നേച്ചർ വെച്ച് ഓർഡറാ മാമിനോട് കേട്ടോ മാം എന്ത് സംഭവടാ എൻ്റെ പൊന്നും ഇങ്ങനത്തെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരരുതേ ഡോക്ടറെ സിറിഞ്ച് ഓനിക്ക് വെക്കുമ്പോഴത്തെ സൂചി എടുത്ത് ഡോക്ടർ കുത്തി കൊടുത്തു ഡോക്ടറുടെ ബോധം കെട്ടി വീണിക്കതാ ഡോക്ടറിനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം വേറെ ഹോസ്പിറ്റലിൽ ഓൻ എന്തെങ്കിലും ചെയ്തോളാം ഇനി ഓനെ ഈ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുവരാം പ്ലീസ് ഞാൻ കാലോട് കിടക്കുന്നു ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് ദേഷ്യം പിടിക്കുന്നെങ്കിൽ നല്ല പോട് പിടിക്കുന്നത് കയ്യല്ല അങ്ങനത്തെ കുറേ കയറി വരും ഡോക്ടർ എന്തോ പറ്റി ഡോക്ടറെ